ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. എന്നാൽ നമുക്ക് വിശുദ്ധ കുർബാന മാത്രം ഭക്ഷിച്ച് കുറച്ച് നാളുകൾ നമുക്ക് ജീവിക്കാൻ സാധിക്കുമോ? ഇല്ല അല്ലേ? എന്നാൽ അതിന് സാധിക്കുമെന്ന് തെളിയിച്ച സംഭവങ്ങൾ കത്തോലിക്ക സഭയിൽ ഉടനീളമുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംഭവം നമുക്ക് നോക്കാം. അരനൂറ്റാണ്ടോളം ദിവ്യകാരുണ്യം മാത്രം സ്വീകരിച്ച് ജീവിച്ച ഒരു വ്യക്തി, 51 വർഷത്തോളം കാലം ദിവ്യകാരുണ്യം മാത്രം സ്വീകരിച്ച് വിശുദ്ധിയിൽ ജീവിച്ച ഒരു സ്ത്രീ, മാർത്തേ റോബിൻ. ഞാനാണ് ജീവന്റെ അപ്പം, എൻ്റെ അടുത്തു വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല എന്ന യേശുവിൻ്റെ വാക്കുകൾ അക്ഷരം പ്രതി ശരിയാണെന്നത് തെളിയിക്കുന്നതാണ് മാർത്തേ റോബിൻ എന്ന സ്ത്രീയുടെ ജീവിതാനുഭവം. ഭക്ഷണമോ പാനീയമോ അല്ല, യേശുവിനോടുള്ള സ്നേഹം ഒന്നുകൊണ്ട് മാത്രം ജീവിക്കാമെന്ന് മാർത്തേ തെളിയിച്ചു. വിശുദ്ധ കുർബാനയിലെ യേശുവിൻ്റെ നിറസാന്നിധ്യം മനസ്സിലാക്കുവാൻ മാർത്തേ റോബിൻ്റെ ജീവിത കഥയിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ മാത്രം മതി. ദിവ്യകാരുണ്യത്തിൻ്റെ അപാരമായ ശക്തിയുടെ ഒരു നേർസാക്ഷ്യമായിരുന്നു ധന്യയായ മാർത്തേ റോബിൻ്റെ ജീവിതം. 1902 മാർച്ച് 13 ഫ്രാൻസിലെ ഡ്രോം എന്ന സ്ഥലത്തായിരുന്നു മാർത്തേ റോബിൻ്റെ ജനനം. ഒരു കർഷക കുടുംബമായിരുന്നു മാർത്തയുടേത്. അവരുടെ പിതാവിൻ്റെ പേര് ജോസഫ് എന്നും മാതാവിൻ്റെ പേര് അമേലി സെലസ്റ്റിൻ റോബിൻ എന്നുമായിരുന്നു. ഇവരുടെ 6 മക്കളിൽ ഏറ്റവും ഇളയവളായിരുന്നു മാർത്തേ. ജോസഫും അമേലിയും ജന്മം കൊണ്ട് കത്തോലിക്കരായിരുന്നുവെങ്കിലും ആധ്യാത്മിക കാര്യങ്ങളിൽ അവർ ഒട്ടും തന്നെ പ്രാധാന്യം നൽകിയിരുന്നില്ല. തങ്ങളുടെ മാതാപിതാക്കളുടെ മാതൃക തന്നെ മക്കളും സ്വീകരിച്ചു വിശ്വാസത്തിൽ നിന്നും അകന്നു ജീവിച്ചു. എന്നാൽ സഹനങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു മാർത്തയുടെ ജീവിതം. മാർത്തയ്ക്ക് 2 വയസ്സ് പ്രായമുള്ളപ്പോൾ അവൾക്കും അവളുടെ സഹോദരിയായ ക്ലെമൻസിനും ടൈഫോയിഡ് പിടിപെട്ടു. രോഗത്തെ അതിജീവിക്കുവാൻ സാധിക്കാതെ ക്ലെമൻസ് നിത്യത പുൽകിയെങ്കിലും മാർത്തേ ജീവിച്ചു. പക്ഷേ പിന്നീട് ഒരിക്കലും അവൾക്ക് തൻ്റെ പഴയ ആരോഗ്യം വീണ്ടെടുക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. തൻ്റെ മാതാപിതാക്കളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും തികച്ചും വിഭിന്നയായിരുന്നു മാർത്ത. അവൾ ചെറുപ്പം മുതൽക്കേ തൻ്റെതായ രീതിയിൽ പ്രാർത്ഥിക്കുകയും ദൈവത്തോട് അടുത്ത രീതിയിൽ ജീവിക്കുകയും ചെയ്തു. തൻ്റെ കുടുംബത്തെ കൃഷിപ്പണികളിൽ സഹായിക്കുവാനായി അവൾക്ക് തൻ്റെ 13ാമത്തെ വയസ്സിൽ സ്കൂൾ പഠനം ഉപേക്ഷിക്കേണ്ടതായി വന്നു. എന്നാൽ തൻ്റെ വേദപാഠ ക്ലാസുകൾ ഉപേക്ഷിക്കുവാൻ മാർത്തേ തയ്യാറായില്ല. ദിവ്യകാരുണ്യ ഈശോയെ ആദ്യമായി സ്വീകരിക്കാൻ അവൾ തന്നെ ഒരുക്കി. 1912 ഓഗസ്റ്റ് 15 മാർത്തേ റോബിൻ കാത്തിരുന്ന സുദിനം എത്തി. അവൾ ആദ്യമായി ദിവ്യകാരുണ്യ ഈശോയെ തൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു. ടൈഫോയിഡ് പിടിപെട്ടതിനു ശേഷം വിവിധ രോഗങ്ങൾ അവളെ അലട്ടിയെങ്കിലും അവളുടെ കൗമാരക്കാലം സന്തോഷകരമായിരുന്നു. പ്രാർത്ഥിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തിയ അവൾ എപ്പോഴും സന്തോഷവതിയായി കാണപ്പെട്ടു. അങ്ങനെയിരിക്കെ 1918 അവൾ വീണ്ടും രോഗം ബാധിച്ചു കിടപ്പിലായി. നിരവധി പരിശോധനകൾ നടത്തിയെങ്കിലും ഡോക്ടർമാർക്ക് അവളുടെ രോഗം കൃത്യമായി കണ്ടുപിടിക്കുവാൻ സാധിച്ചില്ല. ബ്രെയിൻ ട്യൂമർ അല്ലെങ്കിൽ മസ്തിഷ്ക വീക്കമായിരിക്കാം അവളുടെ രോഗമെന്നാണ് അവർ ആദ്യം കരുതിയത്. പിന്നീട് വിശദമായ പരിശോധനയ്ക്ക് ശേഷം ഹിസ്റ്റീരിയ ആണെന്ന് അവർ പറഞ്ഞു. 1928 അവളുടെ ശരീരത്തിൻ്റെ അരയ്ക്ക് കീഴ്പോട്ടുള്ള ഭാഗം തളർന്നു. അവൾ 1 വർഷത്തിനുള്ളിൽ അവളുടെ കൈകളും ശരീരവും അനക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥയായി. എങ്കിലും അവൾ തൻ്റെ വിശ്വാസവും ധൈര്യവും കൈവിടിഞ്ഞില്ല. എൻസഫാലിറ്റിസിൻ്റെ ഒരു അപൂർവ വകഭേദമായ എൻസഫാലിറ്റിസ് ലെത്താർജിക്ക ആണ് അവളുടെ രോഗമെന്ന് പിന്നീട് ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. സാധാരണക്കാരായിരുന്ന അവളുടെ മാതാപിതാക്കൾക്ക് ഡോക്ടർമാർ പറഞ്ഞ രോഗങ്ങളുടെ അർത്ഥമൊന്നും മനസ്സിലാക്കുവാൻ സാധിക്കുമായിരുന്നില്ല. പിന്നീട് തൻ്റെ വീട്ടിലെ ഒരു ഇരുണ്ട കിടപ്പുമുറിയിലായിരുന്നു അവളുടെ ലോകം. പ്രകാശം അവളെ സംബന്ധിച്ചിടത്തോളം അസഹനീയമായിരുന്നതിനാൽ അവളെ ഇരുണ്ട മുറിയിൽ കിടത്തി. കിടക്കയിൽ ആയിരുന്നുവെങ്കിലും അവൾക്ക് തൻ്റെ തള്ളവിരലും മറ്റുള്ള വിരലുകളുടെ അഗ്രഭാഗവും ഉപയോഗിച്ച് കൊന്ത ചൊല്ലാൻ സാധിക്കുമായിരുന്നു. 28 വയസ്സായപ്പോഴേക്കും അവളുടെ ശരീരം പൂർണ്ണമായും തളർന്നു. തൻ്റെ തല അനക്കുവാൻ മാത്രമായിരുന്നു അവൾക്ക് ആകപ്പാടെ കഴിഞ്ഞിരുന്നത്. മാർത്തയ്ക്ക് ഭക്ഷണം കഴിക്കുവാനോ വെള്ളം കുടിക്കുവാനോ കഴിഞ്ഞിരുന്നില്ല. അത്രയ്ക്ക് ദയനീയമായിരുന്നു അവളുടെ അവസ്ഥ. നിർബന്ധപൂർവം ഡോക്ടർമാർ വെള്ളം അവളുടെ വായിലേക്ക് ഇറക്കുവാൻ ശ്രമിച്ചപ്പോഴൊക്കെ അത് നാസ്വാദ്വാരങ്ങളിൽ കൂടി പുറത്തേക്ക് വന്നു. എന്നിരുന്നാലും ഒരു കാര്യം അവൾക്ക് ഭക്ഷിക്കുവാൻ സാധിക്കുമായിരുന്നു: പരിശുദ്ധ ദിവ്യകാരുണ്യം. അതായിരുന്നു അവൾക്ക് വേണ്ടിയിരുന്നതും. രോഗത്തിൻ്റെ തുടക്കത്തിൽ പരിശുദ്ധ കന്യകാ മാതാവ്
മാർത്തയ്ക്ക് പ്രത്യക്ഷപ്പെടുകയും അവളെ ആശ്വസിപ്പിക്കുകയും ചെയ്തിരുന്നതായി പറയപ്പെട്ടിരുന്നു. 1928 യേശു അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു. ഈ ദർശനം അവളുടെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചു. അന്നു മുതൽ അവൾ തന്നെ പരിപൂർണമായും ദൈവത്തിന് സമർപ്പിക്കുവാനുള്ള തീരുമാനമെടുത്തു. ത്യാഗവും പ്രാർത്ഥനയും വഴി തൻ്റെ സഹനങ്ങളെ സ്വർഗത്തിന് സമർപ്പിക്കുവാൻ അവൾ തീരുമാനിച്ചു. ക്രമേണ അവൾ കൂടുതലായി ക്രിസ്തുവിൻ്റെ സഹനങ്ങളെക്കുറിച്ച് ധ്യാനിക്കുകയും പരിശുദ്ധ കന്യകാമാതാവിനോട് ചേർന്ന് കൂടുതൽ തീക്ഷണമായി പ്രാർത്ഥിക്കുകയും ചെയ്തു. പിന്നീടുള്ള അവളുടെ ജീവിതം ആരെയും അമ്പരപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. 1930 മുതൽ യേശുവിൻ്റെ നിറസാന്നിധ്യമായ ദിവ്യകാരുണ്യം മാത്രമായിരുന്നു അവളുടെ ഭക്ഷണം. പരിശുദ്ധ ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോഴൊക്കെ യേശുവിൻ്റെ സഹനങ്ങൾ അവളിലും പ്രകടമാകുവാൻ തുടങ്ങി. ആദ്യമൊക്കെ ആത്മീയ രീതിയിലായിരുന്നു, പിന്നീട് ശാരീരികമായ രീതിയിലും ഇത് പ്രകടമായി. സിയന്നായിലെ വിശുദ്ധ കാതറിനെ പോലെ, വിശുദ്ധ പാദ്രോ പിയെ പോലെ യേശുവിൻ്റെ തിരുമുറിവുകൾ പഞ്ചക്ഷതങ്ങളായി അവളിൽ രൂപാന്തരപ്പെട്ടു. വിശുദ്ധവാര ദിനങ്ങളിൽ മാർത്തയുടെ ഉള്ളിലും മരണവും പുനരുത്ഥാനവും സംഭവിച്ചു. ദുഃഖവെള്ളിയാഴ്ച അവളിൽ നിന്ന് തുടരെ രക്തം പ്രവഹിച്ചു. ദുഃഖ ശനിയാഴ്ച അത് ഉണങ്ങുകയും ഈസ്റ്റർ ഞായറാഴ്ച അത് ഇല്ലാതാവുകയും ചെയ്ത അത്ഭുത പ്രതിഭാസം അവളിൽ പ്രകടമായി. ഒരു അസാധാരണ രീതിയിലായിരുന്നു മാർത്ത റോബിൻ ദിവ്യകാരുണ്യം സ്വീകരിച്ചിരുന്നത്. 1981 മരണപ്പെടുന്നതുവരെ 51 വർഷക്കാലം അവളുടെ ജീവിതം ഇപ്രകാരം അമ്പരപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. ഇത്രയും വർഷം മുഴുവനും തൻ്റെ ഭക്ഷണവും പാനീയവുമായി ദിവ്യകാരുണ്യത്തെ അവൾ സ്വീകരിച്ചു. അവൾക്ക് വലിയ സ്കൂൾ വിദ്യാഭ്യാസമൊന്നും ലഭിച്ചിട്ടില്ലെങ്കിലും തന്നെ സന്ദർശിച്ചിരുന്നവരെ ആഴമായ രീതിയിൽ ചിന്തിപ്പിച്ചുകൊണ്ട് കൗൺസിലിംഗ് നടത്തുവാനുള്ള ഒരു കഴിവ് അവൾക്ക് ദൈവം നൽകിയിരുന്നു. മാർത്തയുടെ ജീവിതകാലത്ത് ഏതാണ്ട് 100,000-ഓളം പേർ അവളെ സന്ദർശിക്കുകയും അവളിൽ നിന്ന് ഉപദേശങ്ങൾ സ്വീകരിച്ചിരുന്നതായും പറയപ്പെടുന്നു. ഒരു ചെറിയ കിടപ്പുമുറിയിൽ നിന്നും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ നേടിക്കൊടുക്കുവാൻ അവൾക്കായി. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു വിശുദ്ധയ്ക്ക് ചേർന്ന വിധമുള്ള ജീവിതം നയിച്ചിരുന്ന മാർത്ത റോബിനെ 2014 നവംബർ 7 ഫ്രാൻസിസ് പാപ്പ ധന്യയായി പ്രഖ്യാപിച്ചു. ഇന്ന് അവളോട് മാധ്യസ്ഥം യാചിക്കുവാനായി ഏതാണ്ട് 40,000-ഓളം പേരാണ് മാർത്തയെ താമസിച്ചിരുന്ന ഭവനം സന്ദർശിച്ചിരിക്കുന്നത്. എനിക്ക് ഭക്ഷണം കഴിക്കുവാൻ കഴിയില്ലല്ലോ എന്നോർത്ത് പരിതപിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്: ഞാൻ നിങ്ങളെക്കാൾ കൂടുതലായി ഭക്ഷിക്കുന്നുണ്ട്. യേശുവിൻ്റെ മാംസവും രക്തവുമാണ് എൻ്റെ ഭക്ഷണം. മാർത്തയുടെ ഈ വാക്കുകൾ ദിവ്യകാരുണ്യനാഥനുമായുള്ള അവളുടെ ബന്ധത്തെ പൂർണ്ണമായും എടുത്തു കാട്ടുന്നു. 51 വർഷക്കാലം ദിവ്യകാരുണ്യം മാത്രം ഭക്ഷിച്ച് ജീവിച്ച മാർത്തയുടെ ജീവിതം ഇന്നും അനേകരെ ദിവ്യകാരുണ്യത്തിലേക്ക് അടുപ്പിക്കുകയാണ്.